ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പഴുത്ത തക്കാളി, കുരുമുളക്, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അരച്ചെടുത്താണ് തയ്യാറാക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും കുരുമുളകും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴുത്ത തക്കാളി കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളിയോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ പഴുത്ത തക്കാളിയും സവാളയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നാലേ നമ്മളുണ്ടാക്കുന്ന കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകത്തുള്ളൂ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി അതേ പാനിലേക്ക് എണ്ണ ചൂടാക്കി കടുകും ചെറിയ ജീരകവും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കൊന്നുകൂടി ഇത് കുക്ക് ചെയ്തെടുക്കണം. ഈ സവാളയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് മാറുന്നിടം വരെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടും. അങ്ങനെ കറിയൊക്കെ ഏകദേശം കുറുകി വരുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ചൂടുവെള്ളം ഗ്രേവിക്ക് ആവശ്യമായത് ഒഴിച്ചു കൊടുക്കണം. കറിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കറിക്ക് ഗ്രേവി അല്പം കുറവാണ്. മുട്ടയൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് അല്പം ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറുകിയ ചാറോട് കൂടിയ നല്ല മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോയിലേക്ക് കാണും വരെയും ബൈ ബൈ.